പൊറോട്ട പൊറാട്ടല്ല പൊറാട്ട ആർക്കൊക്കെയാ വേണ്ടിയ ഞങ്ങളുടെ എത്രയൊക്കെയാ കൊടുക്കുന്നത് ചെടിച്ചിടൊക്കെയാ കാടിക്കൊടുക്കടാ അപ്പൊ എത്രയൊക്കെയാ കൊടുക്കുന്നത് എത്രയൊക്കെയാ വേണ്ടിയ അപ്പൊ പൊന്നാന മക്കളെ ലേസം വെളിച്ചെണ്ണ വാങ്ങിട്ടോ 1400 അതമ്മ എണ്ണ ഉണ്ടാക്കാനേ നാളെ 5 ലിറ്റർ വാങ്ങിയേ കൊറേ കാലായി പൂതിയൊക്കെ തുടങ്ങിയിട്ടോ 5 ലിറ്റർ വെളിച്ചെണ്ണ വാങ്ങാന് കൊറേ കാലായി പൂതിയൊക്കെയാണ് അപ്പൊ ലേസീച്ച ഉണ്ടാക്കല് അപ്പൊ അതൊരു ബോസ് ഇല്ലല്ലോ അങ്ങനെ ഉണ്ടാക്കുമ്പോ നിങ്ങള് പൈസ തരുമ്പോ നമ്മളത് വാങ്ങിക്കാണ്ട് ഉണ്ടാക്കുമ്പോ അപ്പൊ ഈ പ്രാവശ്യം 5 ലിറ്റർ നാളത്തെ പോലെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ എന്തിനാ വെളിച്ചെണ്ണായിരിക്കൂലേ വെളിച്ചെണ്ണ എണ്ണ ഉണ്ടാക്കാനാട്ടോ നമ്മളെ തലയിലെ താരന് മുടി കൊഴിച്ചില് അതുപോലെ മൈഗ്രീന്റെ തലവേദന മുറി അതിനൊക്കെ വേണ്ടി മുടി വളരാനൊക്കെ അടിപൊളി എണ്ണ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പൊ വണ്ടികളൊക്കെ പെട്ടെന്ന് ഓർഡർ ചെയ്തോളി അപ്പൊ ഈ പ്രാവശ്യം 5 ലിറ്റർ വാങ്ങിയിട്ടുണ്ട് അപ്പൊ കൊറേ മുന്നേ വാങ്ങിച്ചായിരുന്നു ഇതിന് ഞാൻ ലേസിച്ച് നടക്കൂല മക്കളെ ലേസിച്ച പൈസ കൊണ്ട് വാങ്ങി ഉണ്ടാക്കിയാൽ കേട്ടോ പിന്നെ എന്താ കാര്യമായിട്ട് വാങ്ങിയെന്നായിരിക്കൂലേ കൊറേ കാലമായി ഞാൻ ഇതിന് പൂജയൊക്കെ തുടങ്ങിയിട്ട് കേട്ടോ അപ്പൊ അതൊന്ന് സാധിച്ചു അൽഹംദുലില്ലാ ഒരുപാട് സന്തോഷം കൊറേ ദിവസം പറഞ്ഞ കൊറേ ആയി നമ്മളെ എണ്ണ ഉണ്ടാക്കണ ഞാനൊരു ചെറിയ ഉരുളിച്ചട്ടിയിലായിരുന്നു ഉണ്ടാക്കിനെ കേട്ടോ അപ്പൊ എങ്ങനെയുണ്ട് മക്കളെ ചട്ടി എങ്ങനെയുണ്ട് എണ്ണ ഉണ്ടാക്കാന് ഇതിന് 700 700 700 700 എങ്ങനെയുണ്ട് കുട്ടികളെ ചട്ടി ഇരുമ്പിന്റെ ചട്ടി എണ്ണ ഉണ്ടാക്കാനുള്ള ചട്ടി കേട്ടോ ഞാൻ ആ ഉരുളി ചട്ടിയായിരുന്നു അതില് ഉണ്ടാക്കിയാൽ തന്നെ 2-3 ട്രിപ്പൊക്കെ ഉണ്ടാക്കണം അപ്പൊ ഇത് കൊറേ ദിവസമായി പൂരിയൊക്കെ തുടങ്ങിയിട്ട് പൈസ കഴിച്ചിട്ട് തടയണില്ല ഇന്ന് അൽഹംദുലില്ലാ അപ്പൊ നമുക്ക് ഇന്ന് ചെറിയ പൈസയൊക്കെ ഇങ്ങനെ കയ്യിലുണ്ടായപ്പോഴേ വാങ്ങിയതാട്ടോ എങ്ങനെയുണ്ട് അപ്പൊ ചട്ടി എണ്ണ ചട്ടി ചട്ടി രസല്ലമ്മ മമ്മ കടി കൊടുത്താടി മമ്മ അത് ചട്ടി കൊടുത്ത അപ്പൊ ചട്ടി വാങ്ങി പിന്നെ എന്താ വാങ്ങിയതെന്നായിരിക്കൂലേ പിന്നെ ഞാൻ കൊറേ കാലമായിട്ട് വാങ്ങാൻ കരുതിയ സാധനമാണ് വാങ്ങിയിരിക്കുന്നത് കേട്ടോ ഇത് നമുക്ക് എപ്പോഴും ആവശ്യമുള്ള സാധനമാണ് അപ്പൊ കൊറേ കാലമായി ഇതിനും കൂടിയൊക്കെ കേട്ടോ ഇത് എന്നാളെ അനങ്ങിയാ ഞാൻ അയലോക്കത്തേക്ക് പായലാണ് ആരേലും പറഞ്ഞ അപ്പ അയലോക്കത്തേക്ക് പായും ഇമ്മമ്മ സ്റ്റീൽ ഗ്ലാസ്സിൽ കുട്ടികാടുമ്പോ വൈകിട്ടുണ്ട് ഇമ്മമ്മ അറിയാം ഇച്ച് വേണ്ട സ്റ്റീൽ ഗ്ലാസ്സിൽ ഇന്നലെ ഇച്ചൂര് സ്കൂളിൽ നിന്നൊരു ക്ലാസ് കിട്ടിട്ടോ അപ്പൊ ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാവർക്കും വേണം പറഞ്ഞു 10 റുപ്യേന്റെ ക്ലാസ് ആട്ടോ ചായ ക്ലാസ് 10 റുപ്യേൻ്റെത് 100 വാങ്ങി അല്ല 10 വാങ്ങിട്ടോ 100 റുപ്യക്ക് എങ്ങനെയുണ്ട് ക്ലാസ്സുകൾ മക്കളെ അവളെ അംഗനവാടിയിലും ഉണ്ടല്ലോ അനക്ക് കിട്ടിയില്ലല്ലോ പാട്ട് കളിച്ചായിട്ട് അപ്പൊ കൊറേ ദിവസമായി ക്ലാസ് വാങ്ങണം മമ്മ എന്നും ചീത്താരും ക്ലാസ് വാങ്ങായിട്ട് ഇത് മടിയാണ് മനുഷ്യന് ക്ലാസ് ഇങ്ങനെ 10 കൊണ്ടുവരും 100 റുപ്യുള്ളൂ 10 ക്ലാസ്സിന് പറഞ്ഞിട്ട് കാര്യമില്ല ഇവര് എപ്പോഴും എടുത്ത് പൊട്ടിച്ചിട പണിയാണ് സ്റ്റീൽ ക്ലാസ് കൊടുത്താലും അതിന്റെ അടിയിൽ കൂടെ അവർക്ക് പൊട്ടണ ക്ലാസ് വേണം അപ്പൊ അതിന് നെല്ലും വിളിയാണ് അപ്പൊ കിട്ടിയതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് കരുതി അത് നമ്മളൊരു കുറ്റല്ലേ ചെറുതായാലും കാണിച്ചു തരുമ്പോ പിന്നെ കുഞ്ഞുമണിയാക്ക് 10 വാങ്ങിട്ടോ അപ്പൊ അതിങ്ങനെ പോകുമ്പോ 10ന്റെ കാലാന്ന് ഓൽമ്പൊക്കെയല്ലേ വരുന്നത് അപ്പൊ ഒരു 10 വാങ്ങി പിന്നെന്താ വാങ്ങി പഴം വാങ്ങി കുഞ്ഞുകുട്ടികൾക്ക് പഴങ്ങള് ഓരോ വലിപ്പല്ല പഴങ്ങള് വാങ്ങിട്ടോ അമ്മമാക്ക് പഴം കൊടുത്താടി അതെ റോബസ്റ്റ് പഴാട്ടോ ആ പഴം കൊടുത്ത അമ്മമാക്ക് അനക്കെത്താണ്ട് പഴം വേണോ കത്രിക കത്രിക അമ്മ മുറിച്ചാലോണ്ടോ പിന്നത് ബിസ്ക്കറ്റാട്ടോ മക്കളെ
ബിസ്കറ്റ് പൊന്നു ഇറങ്ങി കേട്ടോ. പൊന്നൂനും മിന്നൂനും ഷെയ്മോളൊക്കെ റിതുവിന്റെ അടുത്തിട്ട് കണ്ട് പോയത് കഴിഞ്ഞിട്ട് ഞാന് മമ്മാന് ഇപ്പൊ പോയിട്ടുള്ളു. മരിബാമ്പ് എടുത്ത് നിസ്കരിച്ചാണ്ട് പോയതാണ് കേട്ടോ. അപ്പൊ എണ്ണ ഉണ്ടാക്കാനും വേണ്ടിട്ട് ഓർഡർ കിട്ടിയിട്ടുണ്ട്. അപ്പൊ 250 ഒരു 10-15 കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് കൊണ്ട് ഉണ്ടാക്കട്ടെ എന്ന് കരുതിക്കണ്ട്. അപ്പൊ എണ്ണക്ക് ആവശ്യമുള്ളവരൊക്കെ പെട്ടെന്ന് വിളിച്ചോളിട്ടോ. നമ്മളെ അടിപൊളി ഓയിലാണ്. മൈഗ്രീന്റെ തലവേദന, മുടി കൊഴിച്ചില്, താരന്, മുടി വളരാന്, പിന്നെ തലയിലുണ്ടാണ് ചെന്നി എന്നൊക്കെ പറയും മുറി, അത് അതിനൊക്കെ ഉഷാറ് സാധനമാണ് കേട്ടോ. നമ്മൾ ഉണ്ടാക്കണാണ്, ഞാൻ തന്നെ ഉണ്ടാക്കണാണ് പച്ച മരുന്നുകൾ കൊണ്ട്. അപ്പൊ ചെറിയ ചട്ടിയിലാണ് ഇങ്ങനെ ഉണ്ടാക്കി പോന്നിരുന്നത്. കുറച്ച് ദിവസം മുന്നേ ഉണ്ടാക്കിയപ്പോഴേ 3 ലിറ്റർ ഉണ്ടാക്കിയപ്പോൾ അത് ഞാളെ ഒന്നായിട്ട് തളച്ച് പോയി, കുറേ പോയി. എന്താ വെച്ചാല് ഒന്നായിട്ട് പൊന്തി വന്നപ്പോഴേ ഞാൻ തീയൊക്കെ കെടുത്തു. എന്നാലും ആ ചട്ടീന്റെ ചൂടുകൊണ്ട് പൊന്തിപ്പോയി. ഒരുപാട് സങ്കടമായിട്ടോ. കുറേ എണ്ണ പോവല്ലേ. അപ്പൊ ഞാൻ കാക്കുനോട് കൊറേ കാലമായി പറയുന്നു, എനിക്ക് കയ്യില് പൈസ എപ്പോഴെങ്കിലും തടിയുമ്പോ നല്ലൊരു ചട്ടി വാങ്ങണം, നമുക്ക് കുറച്ച് 2 വറകൊക്കെ വാങ്ങണം, ഞാൻ നോൽമ്പല്ലേ വരുന്നത്. അപ്പൊ നമുക്കേ ഇതിൽ ഉണ്ടാക്കാന്ന് എളുപ്പമാണല്ലോ അല്ലെ. 5 ലിറ്റർ ഒക്കെ ഇതിൽ പോവില്ല ഈസി ആയിട്ട്. പോവേ വലിയ മോഹാട്ടോ. 10-20 ലിറ്റർ ഒക്കെ ഉണ്ടാക്കിക്കാണ്ട് കുപ്പിയിലാക്കി വെക്കാന്. എനിക്കൊന്ന് സെയിൽ ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് അറിയില്ല, നമ്മള് എന്താ നമ്മളെടുത്ത് സ്ഥിരം വാങ്ങണ കസ്റ്റമറാട്ടോ. നല്ല മാറ്റമുണ്ട് തന്നെയല്ലേ സ്ഥിരം വാങ്ങുന്നത്. അപ്പൊ വാങ്ങുമ്പോ എപ്പോഴും ഞാൻ പറയും 200 ബോട്ടിൽ വാങ്ങി ഉപയോഗിച്ച് നോക്കി. 10 തലകളായാലും 10 വിധമായിരിക്കും. അപ്പൊ എല്ലാവർക്കും നമ്മൾ മാറും പറഞ്ഞാൽ ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. എന്നാലും മാറിയത് തന്നെയാണ്. കൂടുതൽ ആളുകൾ എൻ്റെ അടുത്തുനിന്ന് 500 ഒക്കെ വാങ്ങലുണ്ട് ഇപ്പൊ സ്ഥിരം ഉപയോഗിക്കണോര്. അപ്പൊ വലിയൊരു ആഗ്രഹമാണ് 20-25 ലിറ്റർ ഒക്കെ ഉണ്ടാക്കിക്കാണ്ട് പാക്ക് ചെയ്ത് വെക്കണം. പക്ഷെ കഴിയണില്ല. ഒന്നാമത് ഇതിങ്ങനെ ഒന്നായിട്ട് ഉണ്ടാക്കി വെക്കണമെങ്കിൽ ഒരു സംഖ്യ വേണം നമ്മളെ കയ്യിലല്ലേ. അപ്പൊ ഞാൻ ഇല്ലതുകൊണ്ട് നുള്ളിയച്ച് ഓരിയെക്കാന്ന് പറഞ്ഞ പോലെ 3-2 ലിറ്റർ ഉണ്ടാക്കിക്കാണ്ട് അങ്ങനെ എടുത്തു വെക്കും. പിന്നെ അതുപോലെ ഷോർട്ടും കാര്യങ്ങളൊക്കെ ഇടുമ്പോ കസ്റ്റമർ വരുമ്പോ അങ്ങനെ കൊടുക്കലാണ് കേട്ടോ. അപ്പൊ 5 കിലോനും 10 കിലോനൊക്കെ ഇടക്കിടക്ക് ഉണ്ടാക്കും ഞാൻ. പൈസ വല്ലതും കയ്യിൽ തടയുമ്പോ കേട്ടോ. അപ്പൊ ഈ പ്രാവശ്യം കുറച്ച് പൈസ കിട്ടിയപ്പോ 5 ലിറ്റർ വാങ്ങിയാണ്. ഇനി എപ്പോഴെങ്കിലും 20-25 ലിറ്റർ ഒക്കെ ഉണ്ടാക്കിക്കാണ്ടേ ഒരു ഭാരം തന്നെയാണ്. നേരം വെളുക്കോളം ഈ എണ്ണ ഉണ്ടാക്കണം നമ്മള്. ഇങ്ങനെ കുറുക്കി ഇരിക്കണം. എണ്ണയല്ലേ, അത് കൂടാനും പറ്റൂല, തീ കുറയാനും പറ്റൂല. ആ മട്ടത്തിൽ ഉണ്ടാക്കണം, എന്നാലല്ലേ മരുന്ന് ആഡ് ചെയ്ത് ഉണ്ടാക്കണാണ്. അപ്പൊ കുറച്ചൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ ഷോർട്ട് ഇടുമ്പോ അത് മുഴുവൻ പോകും. പിന്നെ എനിക്ക് സങ്കടമാണ്. പിന്നെ നേരം വെളുത്ത് ഓർഡർ വരുമ്പോ ഉണ്ടാക്കണം. അപ്പൊ 25 ലിറ്റർ ഒക്കെ വെച്ചിക്കാണ്ട് ഉണ്ടാക്കാൻ വലിയ പുതിയ ദുആ ചെയ്യോണ്ടിട്ടോ. അങ്ങനെയൊക്കെ ഉണ്ടാക്കിക്കാണ്ട് കുപ്പിയാക്കി സ്റ്റോക്ക് ആക്കി വെച്ചാൽ നമുക്ക് മനസ്സമാധാനല്ലേ. അങ്ങനെ പിന്നെ കെമിക്കൽ ഞാൻ ഇതിൽ ഉപയോഗിക്കലില്ല. ഒന്നാമത് ഇഞ്ച കുട്ടികളെ തലയിൽ ഞാൻ അത് ഉപയോഗിക്കുന്നുണ്ട്. നമ്മളെ സ്വന്തം കുട്ടികളെ തലയിൽ നമ്മളെ അമ്മമാര് അങ്ങനെ കെമിക്കൽ ഇടൂലല്ലോ. പിന്നെ ഈ മൈഗ്രീന്റെ തലവേദനയിലവർക്ക് കെമിക്കല്, അതുപോലെ പെർഫ്യൂം, ആ സ്മെല്ലുകളൊന്നും ഞാൻ ഇതിൽ ഉപയോഗിക്കലില്ല. അതൊന്നും പറ്റൂല, നിങ്ങൾക്ക് അറിയില്ലേ. അപ്പൊ ഞാൻ ഇതിൽ ഒറിജിനൽ മരുന്നുകൾ, പച്ച മരുന്നുകളും വേരുകളുമാണ് ഇതില് ആഡ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ അധികം ആളുകൾക്കും മൈഗ്രീന്റെ തലവേദനയിലവർക്ക് എണ്ണ ഉപയോഗിക്കുന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് വരുത്തലുണ്ട്. പക്ഷെ ഞാൻ ഇതിൽ നീരിറക്കം ഉണ്ടാവാനുള്ള സാധനങ്ങൾ ഉപയോഗിക്കില്ല. ഇതുപോലെ നെല്ലിക്ക, തണുപ്പിനില്ല, പൂന്തോട്ടി, അങ്ങനത്തെ ഐറ്റംസുകളൊന്നും ഞാൻ ഇതിൽ ഉപയോഗിക്കണില്ല. അതൊക്കെ തണുപ്പിന് ഉണ്ടാവണല്ലേ, നമുക്ക് തലവേദന കൂടും. ഇത് എന്തിലും അടിച്ചെടുക്കണോ വെച്ചാല് കറ്റാർവായന്റെ ജെല്ല് തണുപ്പാണ് പറഞ്ഞിട്ട് കാര്യമില്ല. അത് അതിൽ അടിച്ചെടുക്കുമ്പോഴാ അതിന്റെ വൃത്തി. പിന്നെ നമ്മളെ മുടിക്ക് നല്ല കൂട്ടിയും കാര്യങ്ങളൊക്കെ തോന്നണമെങ്കിൽ കറ്റാർവായ വേണം. അത് ഉഷാർ തന്നെയായിരിക്കും. കറ്റാർവായന്റെ ഇതിലും ഒരു 12 തരം ഇലകളും 4-5 തരം വേരുകളും പിന്നെ ഈ ഇതളുകളും ഒക്കെ കൂട്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പൊ വേണ്ടവർ പെട്ടെന്ന് ഓർഡർ ചെയ്തോളി. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നുണ്ട്. ആവശ്യക്കാര് മൈഗ്രീന്റെ തലവേദന, മുടി കൊഴിച്ചില്, താരന് ഒക്കെ ഉണ്ട്. ഇത് വറുതുകൾ കേട്ടോ. ഇതിന്റെ മുത്തൂന് വാങ്ങിയാട്ടോ. കൊറേ ദിവസമായി പെരിയിലൊരു ജന്തു വന്ന് കഴിഞ്ഞാല് ഞാൻ അതിന് പേരിടും. മുത്തു, സിക്കന്ദർ, അതേപോലെ പശു ഉണ്ടായിരുന്നു ഉമ്മ കുൽസു, പിന്നെ എന്തൊക്കെ ചെയ്യുമ്പോളെ സുന്ദരി, പിന്നെ ചോപ്പത്തി, കറുപ്പത്തി, ഒലക്ക ഉണ്ടായിരുന്നു. ഒലക്ക പോയി. പിന്നെ സിക്കന്ദറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മുത്തു, ഇവര് ഞാൻ മുത്തു തന്നെ വിളിച്ചത്. മുത്തു ഭയങ്കര ഇഷ്ടമാണ്. മുത്തു
അപ്പൊ ഓനിവിടെ വന്നിട്ട് ഞാൻ ഇതുവരെ ഓന്റെ ഭാഗത്ത് തിന്നു. ഒന്നാമൊക്കെ നമുക്ക് യൂട്യൂബും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തിരക്കല്ലേ, ഓരോ മണ്ടിപ്പാച്ചിലല്ലേ. വന്നാ ഞാൻ കുളിപ്പിച്ച് വൃത്തിയാക്കി കൗത്തിലൊരു കറുത്ത ചരടും ഇതുപോലെ ഒരു സാധനമൊക്കെ കെട്ടി തൂക്കലുണ്ട് കേട്ടോ. ഏതായാലും ഇതൊന്ന് കെട്ടി തൂക്കണം. തീർപ്പതിയാണ് അതൊക്കെ. നല്ല രസമാണല്ലേ അങ്ങനെ മണ്ടുമ്പോ കിളി 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 കിളി. കാക്കൂവിന്റെ ഇതുവരെയൊക്കെ ഇട്ട് കുറെ പായിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ പായിപ്പിച്ചില്ല കേട്ടോ. ഞാൻ വിളിച്ചോടത്ത് വരും. അത് മൊത്തം ചിക്കന്തറൊക്കെ പണ്ട് വലിയ പൈജയും ഒക്കെ എല്ലാന്നൊക്കെ അങ്ങനെ തന്നെ. ഓലൊക്കെ കുത്താൻ ചെന്നാല് ഞാൻ ഒറ്റ പുളി പിടിച്ച അവിടെ നോക്കും. പറയണേട്ടാ വലിയ പള്ളിയൊക്കെ താങ്ങിക്കാണ്ടാ ഞാൻ നടന്നിരുന്നു. ഇവരെ തിരിച്ചുകളിയൊക്കെ പള്ളിയില്ലെന്നേ. എന്നാലും നമ്മളൊന്നും കാട്ടൂല അറിയാം. അപ്പൊ അതാക്കുന്നത് ഓന് കാറ്റിലൊരു മണി കെട്ടും. പിന്നെ നമ്മളെ അടിപൊളി ഇത് ചട്ടി എങ്ങനെ ഇഷ്ടപ്പെട്ടിരുന്നോ കമന്റ് ചെയ്യും. ഇതിലാറ് വലിയ ചട്ടിയാണ് ഇപ്പൊ കാണാൻ. ആദ്യം ഇരുന്നിട്ട് ഇതിലുണ്ടാക്ക്. അത് ഉമ്മമാരുടെ തലയിൽ തിരുമണ പൊടിയാണ്. മമ്മ കൊറേ ദിവസമായി തലയിൽ തിരുമണ പൊടി. മമ്മക്ക് തലയിൽ തിരുമ്പി കൊടുക്കണം എന്ന്. ആ രാസനാദി പൊടി അത് അത് കാണാനടി. അത് ശരി കാണാനായിട്ട് ഉമ്മക്ക് 2 ദിവസമായില്ലമ്മ. ഉമ്മമാക്ക് രാസനാദി പൊടി വാങ്ങിയതാണ് ഞാന്. അപ്പൊ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ട മക്കൾ. ഒന്നാമത് സമയം എത്ര എഴുതുവാ? സമയം കടി കൊടുത്താ 10 മണിയായില്ലേ? 10 മണിയൊക്കെ ആയി. പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. പിന്നെ ബെഡ് മെറ്റീരിയലും ആവശ്യമുള്ളവര് പെട്ടെന്ന് ഓർഡർ ചെയ്തോളി. പിന്നെ നമ്മളെ ന്യൂ സ്റ്റോക്ക് വരുന്നുണ്ട് കേട്ടോ. അത് ശനിയാഴ്ച എത്തുള്ളൂ. അതാണ് ഞാൻ ഷോർട്സ് ഇടാത്ത. മറ്റേ എപ്പോഴും മെറ്റീരിയൽസിന്റെ ഷോർട്സ് ഇടലുണ്ടല്ലേ. അപ്പൊ നമ്മുടെ അടുത്തുള്ള മോഡൽസുകളേ ഉള്ളൂ. അപ്പൊ ന്യൂ മോഡൽസും പുതിയ ഐറ്റംസുകളൊക്കെ വരുന്നുണ്ട്. അതിനിപ്പോ ശനിയാഴ്ച എത്തും. എന്നിട്ട് ഷോർട്സ് ഇടാം കേട്ടോ. അപ്പൊ എണ്ണ ഉണ്ടാക്കേണ്ട എണ്ണക്ക് ആവശ്യമുള്ളവർ പെട്ടെന്ന് വിളിച്ചോളി. 200 ml സ്റ്റാർട്ടിംഗ് ഉണ്ട്. 200 ml ഷിപ്പിംഗ് അടക്കം 250 റേറ്റ് വരുന്നുണ്ടോ. നല്ല എണ്ണയാണ്. പിന്നെ നമ്മളതൊക്കെ ഇഷ്ടമായ മക്കളെ, സന്തോഷം ഉണ്ടായവർക്കൊക്കെ. ഇതിന്റെ ഇച്ചുവിന് രാവിലെ മദ്രസക്ക് പോകുമ്പോ ചായക്ക് കുടിച്ചാനും വേണ്ടിയിട്ടാണ്. വിക്കറ്റൊക്കെ കേടെടുത്തിയ അന്റെ തൊണ്ണെന്തിയെ പോയോ? എവിടക്ക് കാക്കാനെ പോ. ഏത് കാക്കാനെ പോ? പൊന്നെന്തി പൊന്നെ പോയോ? ഇനി 10 മിനിറ്റ് കഴിഞ്ഞാൽ നീച്ചാൽ നേരം കൊടുക്കോളാം. എനിക്ക് പണിയാ. എന്താന്നോ, രണ്ടാളും ഉണ്ടായ ഒന്നെങ്കിൽ ആ വള്ളയാകെ മുഴുവനും 5 മിനിറ്റ് എന്തായാലും ഞാൻ കടന്നുറങ്ങിയിട്ട് ആകെ നനച്ചിട്ടുണ്ട്. പാട്ടിയിൽ കൊടുന്ന് വെള്ളം മുഴുവൻ ഞാൻ ഉറങ്ങി നീച്ചിട്ട് ഇതെന്താ കൊളാണ് എനിക്ക്. അങ്ങനെ ഇവളെന്തായാലും ഇന്നലെ മദ്രസ പോയിട്ടില്ല, അല്ല നെയ്സറിക്ക് പോയിട്ടില്ല. ഓളെ നീ ആട്ടി പറഞ്ഞു പൊയ്ക്കോ പറഞ്ഞു. കൊണ്ടേയാക്കിയാണ് നെയ്സറിക്ക്. അല്ലാതെ അജനിലേക്ക് ആക്കൂല. ഇമ്മമ്മ നാദന്നെ മമ്മാനൊക്കെ ഞാൻ വാതിലൊക്കെ കുറ്റിട്ട് വാതിലൊക്കെ തുറന്നിട്ട് കാട് കുടിപ്പിച്ചല്ല. അല്ലെങ്കിൽ എന്താ എന്തൊക്കെയാ കാട്ടുക. കാലിന്റെ മേലെ ആ അലമാറിയിലൊക്കെ കയറി കുത്തർക്കും. അപ്പൊ പൂച്ചക്കാല് പണി കിട്ടൂല. പൂച്ചക്കല്ല പൂത്തല്. ഞാൻ തന്നെ കെട്ടുക കേട്ടോ. അപ്പൊ പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. ലൈക്ക് ചെയ്യാത്തവരെ എന്ത് ലൈക്ക് ചെയ്യണം. പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണ്ടേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.